മലയാള സിനിമയുടെ പെരുന്തച്ചൻ തിലകന്റെ ഓർമ്മയ്ക്കായി ഇടുക്കി പെരുവന്താനത്തിന് സമീപം മണിക്കലിൽ നിർമ്മിച്ച പാർക്കും തടാകവും നാശത്തിന്റെ വക്കിൽ. തിലകന്റെ ജന്മനാടായ മണിക്കലിൽ സ്വപ്ന പദ്ധതിയായാണ് പാർക്കിന്റെയും തടാകത്തിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായിരുന്നിടം അധികാരികളുടെ അവഗണനയെ തുടർന്നാണ് നശിച്ചത്. മലയാളത്തിന്റെ അതുല്യ നടനായ തിലകന്റെ ബാല്യകാലം പെരുവന്താനത്തെ മണിക്കലിലായിരുന്നു. മണിക്കൽ റബ്ബർ എസ്റ്റേറ്റിൽ പിതാവ് ജോലി ചെയ്തിരുന്ന സമയത്താണ് തിലകൻ ഇവിടെ ഉണ്ടായിരുന്നത്. തിലകൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതും നാടക അഭിനയത്തിന് തുടക്കം കുറിച്ചതും മണിക്കലിൽ വെച്ചാണ്. തിലകന്റെ ഓർമ്മയ്ക്കായി പെരുവന്താനം പഞ്ചായത്ത് 1,15,00,000 രൂപ ചിലവഴിച്ച് 2020 പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ഓപ്പൺ തിയേറ്റർ, ഇരിപ്പിടങ്ങൾ, കുട്ടവഞ്ചി, പെഡൽ ബോട്ട്, ശൌചാലയം, കോഫി ഷോപ്പ് തുടങ്ങി നിരവധി സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ആദ്യകാലത്ത് പ്രതിദിനം 8,500 രൂപ വരെ വരുമാനവും തദ്ദേശീയരായ 5 പേർക്ക് തൊഴിലവസരവും ലഭിച്ചു. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ പാർക്ക് അടച്ചുപൂട്ടി. പിന്നീട് നിയന്ത്രണങ്ങൾ നീങ്ങിയിട്ടും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്രം വീണ്ടും തുറക്കാനുള്ള ശ്രമം ഉണ്ടായില്ല. ലക്ഷക്കണക്കിന് രൂപ നഷ്ടം. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓൺ ഫണ്ട് ഇല്ലാത്ത ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിന് നല്ലൊരു വരുമാനം കിട്ടേണ്ട പദ്ധതിയാണ് ഈ ടൂറിസം പദ്ധതി. ഞങ്ങൾ LDF ഭരണസമിതിയുടെ കാലത്ത് 2 ടൂറിസം പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചത്. ഒന്ന് മണിക്കലിന്റെ ടൂറിസം പദ്ധതി ആവിഷ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ രേഖയും പദ്ധതി. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ബോട്ടുകൾ നിലവിൽ കരയിൽ വിശ്രമിക്കുകയാണ്. തടാകം വരണ്ടു, കെട്ടിടങ്ങൾ കാടുകയറി നശിച്ചു, പൂന്തോട്ടങ്ങളും ഇല്ലാതായി, ജീവനക്കാരുടെ ജോലിയും നഷ്ടപ്പെട്ടു. പാർക്കിന്റെ നടത്തിപ്പ് സ്വകാര്യ കരാറുകാരെ ഏൽപ്പിച്ചെങ്കിലും ഇതും ഫലം കണ്ടില്ല. പാർക്ക് സ്ഥിതി ചെയ്യുന്ന റബ്ബർ തോട്ടത്തിന്റെ ഉടമയുടെ എതിർപ്പ് മൂലമാണ് അടച്ചിടേണ്ടി വന്നതെന്നാണ് പെരുവന്താനം പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. ജനം, ഇടുക്കി.